ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ജനങ്ങളോട് സർക്കാർ കാണിക്കുന്നത് കൊടിയ അനീതിയാണ്. ഞാനീ പറയുന്നത് വെറുതെ പറയുന്നതല്ല. നമ്മുടെ കേരളത്തേക്കാൾ ഒരുപാട് കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ജീവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഏറ്റവും അവികസിതമായ രാജ്യമായിരുന്ന തിമോറിൽ പോലും ജീവിച്ചിട്ടുണ്ട്. അവിടെ പോലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നടപടി വളരെ വേഗത്തിലാണ്. ഒരു വർഷമായിട്ട് നമുക്ക് ഒരു വീട് പോലും കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് അതൊരു ഒട്ടും നീതീകരിക്കാൻ പറ്റുന്നതല്ല. 800 കോടി അടുപ്പിച്ച് രൂപ സർക്കാരിന് കിട്ടി. ജനങ്ങൾ കൊടുത്തതാണ്, സംഘടനകൾ കൊടുത്തതാണ്. ഇതിൻ്റെ 12% സർക്കാർ ഉപയോഗിച്ചിരിക്കുന്നത്. ധനവിനിയോഗം ഇല്ലായ്ക എന്ന് പറയുന്നത് ഭരണമില്ലായ്കയാണ്. ഞങ്ങൾ ലോകാരോഗ്യ സംഘടന അതുപോലത്തെ പ്രസ്ഥാനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രദേശത്ത് ഫണ്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ്. 12% മാത്രം ചെലവഴിച്ചിരിക്കുകയാണ് കിട്ടിയ പണത്തം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കിട്ടിയത്. അത് ഒരു വർഷമായിട്ട്. ഇത് ആലോചിക്കേണ്ടത് ഇവിടെ AKGയുടെ പേരിലുള്ള AKG സെൻറ്റർ, രണ്ടാമത്തെ AKG സെൻറ്റർ വന്നു കഴിഞ്ഞു. ഒരുപാട് നിലകളുള്ള കെട്ടിടം ഒരു പ്രശ്നമില്ലാതെ CPM പണി തീർത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു നിലയില്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയിട്ട് നാട്ടുകാർ സംഭാവന പണമെടുത്ത് അതിന് അവർക്ക് വേണ്ട പാർപ്പിടം ഉണ്ടാക്കാനായിട്ട് സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ താല്പര്യമില്ലായ്മയാണ്, ഭരണത്തിൻ്റെ പൂർണ്ണ പരാജയമാണ്, ജനവിരുദ്ധതയുടെ ഒരു മുഖമാണ് ഈ കാണുന്നത്. വളരെ വിഷമമാണ്. നമ്മളിത് അനുഭവിക്കുന്നവർക്ക് അറിയാവുള്ളൂ. ഈ പല കരയിലിരുന്ന് നമ്മൾ കാഴ്ച കാണുന്ന ഒരു ടെലിവിഷനിൽ സിനിമ കാണുന്നത് പോലെയാണ് അവിടുത്തെ ദുരന്തങ്ങൾ പലരും കണ്ടത്. അത് നേരിട്ട് അനുഭവിക്കുന്നതിന് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാവുള്ളൂ. ഒരു വീട് നഷ്ടപ്പെട്ടവന്, ബന്ധുക്കൾ നഷ്ടപ്പെട്ടവന്, കൃഷിസ്ഥലം നഷ്ടപ്പെട്ടവന്, അവൻ്റേതെന്ന് പറയാവുന്ന, സ്വന്തമായി പറയാവുന്ന എല്ലാം നഷ്ടപ്പെട്ട ജനതയാണ് ഇവിടെ എന്ന് ഓർക്കണം. അപ്പോൾ അവരെ പുനരുദ്ധരിപ്പിക്കുന്നതിന് ഏറ്റവും എളുപ്പത്തിലുള്ള നടപടികളിലൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അവിടെ സഹായിക്കാൻ ശ്രമിക്കുന്ന മറ്റ് സംഘടനകൾക്ക് പോലും അവിടെ സർക്കാർ തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല, ഒരു കാരണവശാലും ഇത് ന്യായീകരിക്കാവുന്നതുമല്ല. ഒരു ദുരന്തം ബാധിച്ച പ്രദേശത്തെ ജനങ്ങളോട് ഏറ്റവും മര്യാദയില്ലാത്ത പെരുമാറുന്ന രീതി ഇത് ജനങ്ങളോടുള്ള താല്പര്യമില്ലായ്കയാണ്, സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്. അടിയന്തരമായി നടപടികൾ സ്വീകരിച്ച് മനുഷ്യർക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ കൊടുക്കാനും മറ്റ് നഷ്ടങ്ങളുണ്ടായവരുടെ നഷ്ടം പരിഹരിക്കാനും ശ്രമിക്കേണ്ടതാണ്. ലോകത്തൊക്കെ ഇതിന് ഒരുപാട് നയങ്ങളുണ്ട്. രാജ്യത്തിന് നയമുണ്ട്, സംസ്ഥാന നയമുണ്ട്. പക്ഷേ സകല നയങ്ങളെയും നോക്കൂത്തിയാക്കിക്കൊണ്ട് ആ ദിവസങ്ങളിൽ ഉണ്ടാക്കിയ വെറും നാടകങ്ങൾ മാത്രമായി മാറുകയും അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നോക്കുകയും മാത്രമാണ് ചെയ്തത്. പ്രധാനമന്ത്രി വന്നു പോയിട്ട് ഒന്നും സംഭവിച്ചില്ല. 5 മാസമായപ്പോഴാണ് ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞത്. വീടും മനുഷ്യരും ബന്ധുക്കളും കിടപ്പാടൊക്കെ നഷ്ടപ്പെട്ടവന് ലോൺ കൊടുക്കുക എന്നാണ് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം ചോദിച്ചു വാങ്ങാനുള്ള തയ്യാറെടുപ്പ് സർക്കാരിനുമില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കേന്ദ്ര മനുഷ്യരോ സംസ്ഥാന മനുഷ്യരോ ഒന്നുമില്ല, എല്ലാം ഇന്ത്യയിലെ പൗരന്മാരാണ്. ഏത് സംസ്ഥാനത്ത് ജീവിച്ചാലും ഇന്ത്യയിലെ, ഈ രാജ്യത്തിലെ പൗരന്മാരാണ്. കേന്ദ്ര സർക്കാർ പാർട്ടി നോക്കിയിട്ട് ജനങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയണം. ഇനി സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന പണം കൃത്യമായിട്ട് ഉപയോഗിക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ഫലത്തിൽ ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ പ്രദേശങ്ങളൊന്നായി കരുതപ്പെടുന്ന കേരളം, ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതമാണെന്ന് കരുതപ്പെടുന്ന കേരളം, അതിൻ്റെ പേരിലാണ് കേരളത്തിൽ ടൂറിസം കൂടിക്കൊണ്ടിരുന്നത്. കേരളത്തിലേക്ക് മറ്റ് പ്രദേശങ്ങളിലെ ജനങ്ങൾ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇവിടെ ദുരന്തമുണ്ടായാൽ അവരെ സഹായിക്കാൻ, അവരെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള സംവിധാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മൊത്തം ഇമേജിനെ തന്നെ ബാധിക്കും. അത് ഈ സർക്കാരിനും ജനങ്ങൾക്കും, മുഴുവൻ ജനതയ്ക്കും നാണക്കേടാണ്. സർക്കാർ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. ഇത് കേരളത്തിലാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും നാണക്കേടുണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. കേരളം എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണെന്നാണ് ലോകം മുഴുവൻ നമ്മുടെ സർക്കാർ പ്രചരിപ്പിക്കുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്പർ 1 ആണ്. വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും ആരോഗ്യത്തിൻ്റെ ചില സൂചികകളിലും. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്പർ 1 എന്ന് സർക്കാരിൻ്റെ കള്ളപ്രചരണമുണ്ട്. അത് ശരിയല്ല. ഇപ്പോൾ ഇതുപോലത്തെ ഭരണപരമായ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും പുറകോട്ട് പോവുകയാണ്. ഒരു നാട്ടിലെ ജനങ്ങൾക്ക് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് വർഷം 1 കഴിഞ്ഞിട്ടും വാഗ്ദാനം ചെയ്ത 410 വീടുകൾ ഒന്നുപോലും സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് എന്തൊരു പരാജയമാണ്. ഇനി ആ ചില വീടുകളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പടങ്ങൾ കണ്ടു. അത് സത്യം പറഞ്ഞാൽ അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ താൽക്കാലികമായി വിൽക്കുന്ന വീടുകളേക്കാൾ മോശമായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ആ കണ്ട ചിത്രങ്ങൾ ശരിയാണെങ്കിൽ അത് താമസയോഗ്യവുമല്ല. കേരളത്തിൻ്റെ സാഹചര്യത്തിലോ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കോ കേരളത്തിലെ മനുഷ്യരുടെ ജീവിത രീതി വെച്ച് നോക്കുമ്പോൾ അത് ഇവിടെ നിരക്കാത്ത വീടുകളാണ്. ഇതിനകത്ത് ഒരുപാട് ഈ ഫണ്ട് തിരിമറികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് ഇപ്പോൾ CPM
ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം വന്നാലും അത് പാർട്ടിയിലേക്ക് പണമൊഴുകിയെത്താനുള്ള സംവിധാനമാക്കി മാറ്റിയിട്ടുണ്ട്. അത് ഊരാളുങ്കൽ എന്ന് പറഞ്ഞാലും മറ്റ് സംവിധാനങ്ങളാണെങ്കിലും. അപ്പോൾ കേരളത്തിലെ നമ്മളെല്ലാവരുടെയും മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ദുരന്തത്തിന് ശേഷം അത് ഇപ്പം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ സർക്കാർ നടപടികൾ ഒച്ചു നീങ്ങുന്ന വേഗത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്, കെടുകാര്യസ്ഥയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൻ്റെയും അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകളുടെയൊക്കെ സഹായത്തോടു കൂടി ഈ പ്രശ്നം പരിഹരിച്ച് അവിടെ വീടുകൾ നിർമ്മിച്ചെടുക്കാനുള്ള കാര്യത്തിലും സർക്കാരിന് പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും ക്ഷമ പറയേണ്ട അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് സർക്കാർ എത്തിയിരിക്കുകയാണ്. ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് വ്യത്യസ്ത കാലാവസ്ഥകളും മഴ പോലുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രശ്നം അല്ലെങ്കിൽ മഴയും വെള്ളപ്പൊക്കമൊക്കെ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ കൂടുതൽ വരാനും കൂടെ തുടങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിൽ അത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഫലവുമുണ്ട്. ഇപ്പം നമ്മുടെ പ്രകൃതിയെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നുകൊണ്ട് ഈ ഉരുൾപൊട്ടലെന്ന് പറയുന്നത് പണ്ടൊക്കെ 10-15 വർഷത്തിലൊരിക്കൽ കേൾക്കുന്ന ഒരു കാര്യം ഇപ്പം നമുക്ക് എല്ലാ വർഷവും അതൊരു തുടർക്കഥയായി മാറിക്കൊരു സാഹചര്യത്തിൽ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടക്കേണ്ടതാണ്. അപ്പോൾ ആ തയ്യാറെടുപ്പുകൾ നടക്കുന്നില്ലെന്ന് മാത്രമല്ല, ഉണ്ടായ ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യരെ കരകയറ്റാനുള്ള നടപടികളും വളരെയധികം വൈകുകയാണ്. ഇത് തീർച്ചയായും കേരളത്തിലെ സർക്കാരിനും കേരള ജനതയ്ക്ക് നാണക്കേടാണ്. കേരളത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി നടക്കുമെന്നാണ് പുറം ലോകം വിശ്വസിക്കുന്നത്. ഈ സമയത്ത് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ വലിച്ചു വഹിച്ചുകൊണ്ടിരുന്നത് തെറ്റാണ്. ഇത് രാഷ്ട്രീയമില്ല. വസ്തു നഷ്ടപ്പെട്ടവന്, ബന്ധു നഷ്ടപ്പെട്ടവന് കൺമുന്നിൽ വെച്ച് ഏറ്റവും ബന്ധപ്പെട്ട മനുഷ്യർ, ഏറ്റവും ബന്ധമുള്ള മനുഷ്യരെ കൂടപ്പിറപ്പുകൾ നഷ്ടപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ടവർക്ക്, അമ്മയച്ഛൻ നഷ്ടപ്പെട്ടവർക്ക് എന്ത് രാഷ്ട്രീയമാണുള്ളത്? അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പൊരുതുകയാണ്. അവരുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞിരിക്കുകയാണ്. അവർ വെട്ടിപ്പിടുത്ത വീടും പണവും കൃഷിയും എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ജനതയെ ഇപ്പോഴും താൽക്കാലിക ടെൻറ്റുകൾ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഏറ്റവും മുന്നിൽ എന്ന് പറയുന്ന കേരളത്തിൽ, പിന്നെ അത് ഭരിക്കുന്ന സർക്കാരിൻ്റെ പാർട്ടിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളവർ, ഏറ്റവും ധനമുള്ളവർ, മന്ത്രിസഭയുടെ വാർഷികത്തിന് കോടികൾ ചിലവാക്കാൻ മടിയില്ലാത്തൊരു സർക്കാർ, അവരുടെ പാർട്ടിക്ക് വേണ്ടി AK സെൻറ്റർ ഒരുപാട് നിലകളിൽ പുതിയ കെട്ടിടം കെട്ടാൻ ഒരു മടിയില്ലാത്ത സർക്കാർ, ഈ പാവപ്പെട്ട മനുഷ്യരെ, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ കാണിക്കുന്ന വിമുഖത, ഈ ഒച്ചഴിയുന്ന വിധത്തിലുള്ള പോക്ക്, മെല്ലെപ്പോക്ക് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്.